بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ഈമാൻ ഒരു വിശ്വാസിയുടെ മർമ്മപ്രധാനമായ കാര്യമാണ്. ഈമാൻ ഒരുപ്പെടുന്ന വിഷയത്തിലാണ് പലരും പേടിച്ചു പോയത്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പേടിക്കപ്പെടേണ്ടതും അതാണ്. മുഅ്മിനായിട്ട് ജീവിച്ച് മുഅ്മിനായിട്ട് മരിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുൻഗാമികളിൽ പലരും പറഞ്ഞിരുന്നത്, ചില ആളുകളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുസ്ലിം ആയിരിക്കും, പിന്നെ നോക്കുമ്പോഴേക്കും ആൾ കാഫിറായിട്ടുണ്ടാവും, വൈകുന്നേരം ആകുമ്പോഴേക്കും കാഫിറായിട്ടുണ്ടാവും. അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു അപജയമാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ബാദിറൂ ബിൽ അഅമാലി ഫതനൻ കഖതഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു റജുലു ഫീഹാ മുസ്ലിമൻ വയുംസി കാഫിറ. പ്രഭാതത്തിൽ അദ്ദേഹം മുസ്ലിമാണെങ്കിലും പ്രദോഷത്തിൽ കാഫിറായി പോകുന്നു. വളരെയധികം ബേജാറുള്ള കാര്യമാണ്. 120ഓളം സ്വഹാബിമാരിൽ നിന്ന് അറിവ് സമ്പാദിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബി മുലൈക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ഈ പറയപ്പെട്ട 120 ഉസ്താദുമാരും പേടിച്ചു പോയത് ഈമാനോടുകൂടിയുള്ള മരണം സമ്പാദിക്കാൻ പറ്റുകയില്ലേ, ഈമാനുള്ള മരണം കിട്ടുകയില്ലേ എന്ന വിഷയത്തിലാണ് പേടിച്ചു പോയത്. അത്രയും പേടിക്കപ്പെടേണ്ട കാര്യമാണ്. നമ്മുടെ തൂവള്ള വസ്ത്രത്തിൻ്റെയോ എപ്പോഴും മധരങ്ങളിൽ നിന്ന് ചൊല്ലുന്ന ഏതെങ്കിലുമൊക്കെ നന്മയുടെ കാരണങ്ങൾ കൊണ്ടോ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിച്ചു കിട്ടണം. ആ ഈമാനോടുകൂടെ മരണം സമ്പാദിക്കാനുള്ള മാർഗമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാമത്തുൽ വുളൂ, എപ്പോഴും വുളൂ കൂടപ്പറപ്പായിട്ടുണ്ടാവുക. വുളൂ മുറിയുന്ന സമയത്തൊക്കെ പെട്ടെന്ന് വുളൂഇനെ നമ്മൾ പൂർത്തിയാക്കുക. വുളൂ എടുക്കുന്ന സമയത്ത് വുളൂഇൻ്റെ സുന്നത്തുകളെ കഴിവിൻ്റെ പരമാവധി പാലിക്കാൻ ശ്രമിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂഇൻ്റെ സുന്നത്തുകളെ ഞാൻ വീട്ടുന്നു എന്ന് നിയത്ത് ചെയ്ത് ആദ്യം മുൻകൈ കഴുകിയതിൻ്റെ ശേഷമാണ് മിസ്വാക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ ശേഷമാണ് മൽമലത്തും ഇസ്തിൻഷാക്കും ചെയ്തത്. വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട് ശുദ്ധിയാക്കുന്നത് അതിന് ശേഷമാണ്. മുഖം കഴുകുന്ന സമയത്ത് നീട്ടിക്കഴുകി, കൈ കഴുകുന്ന സമയത്തും നീട്ടിക്കഴുകി, തല മുഴുവനും തടവി, ചെവികൾ തടവി, കാല് തണ്ടങ്കാല് വരേക്കും നീട്ടിക്കഴുകി, അങ്ങനെ നമ്മൾ വൃത്തിയായി വുളൂ എടുക്കുമ്പോൾ എപ്പോഴും കൂടെ വുളൂ ഉണ്ടാകുമ്പോൾ ശൈത്വാനിൻ്റെ ഷർറ് നമ്മളെ തൊട്ടകന്നു പോകും, ദേഷ്യമില്ലാതായി പോകും. മനസ്സിൽ നല്ല ചിന്തകളും സ്വാലിഹീങ്ങളോടുള്ള സമ്പർക്കങ്ങളും അതിലൂടെ സമ്പാദിക്കാൻ സാധിക്കും. എപ്പോഴും വുളൂ ഉണ്ടാവുന്നവൻ്റെ പരിസരത്തേക്ക് ശയാത്തീനിൻ്റെ ഷർറ് ഉണ്ടാവുകയില്ലെന്ന് മഹാന്മാർ പഠിപ്പിച്ചു. കൂട്ടുകാരെ, നമ്മുടെ കൂടപ്പറപ്പായിട്ട് എപ്പോഴും വുളൂ ഉണ്ടെങ്കിൽ തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ട് ഹൈറായ ചിന്തകളും ഹൈറായ കർമ്മങ്ങൾക്കും നമുക്ക് സാധ്യമാകും. അതിലൂടെ സ്വർഗലബ്ധിക്ക് സാധിക്കലോടുകൂടെ തന്നെ മരിക്കുന്ന സമയത്ത് ഈമാനുള്ള മരണം നമുക്ക് കിട്ടാൻ ഏറ്റവും നല്ല മാർഗമാണ് വുളൂഇനെ പതിവാക്കുക എന്നുള്ളത്. ചെറിയ കർമ്മമാണെങ്കിലും വലിയ പ്രതിഫലം കിട്ടുന്നത് കൊണ്ട് തന്നെ ചില മഹാന്മാരൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ അധ്വാനം നടത്തിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിച്ചവരുടെ കൂട്ടത്തിലും ഈമാനോടുകൂടെ മരിക്കുന്ന വിഭാഗത്തിലും നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.